അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചാന്തൂർ താര എന്ന ആ നസമിന്റെ നോട്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തുടങ്ങിയിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ടെസ്റ്റ് 2 ടെസ്റ്റ് പറഞ്ഞ ഭാഗം 2 രണ്ടാം ഭാഗമാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് താര ഒരുപാട് ചോദ്യങ്ങൾ ചാന്ദ്രനോട് ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. അത് പറഞ്ഞ ആരാണ്? ചന്ദ്രനാണ്. ഓക്കെ, തുടങ്ങാം. ചാന്ദ് താരേക്ക നേരെ നോക്കണം. ഇതിന്റെ സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിക്കോളി. ചാന്ദ്, പിന്നെ ആരാണ്? താരേ. താരനെന്ത്? താരേക്ക സവാലാത്ത്. കെ നോക്കട്ടോ ഇവിടെ, സോറി. കെ സവാലാത്ത് കാ എന്ത്? ജവാബ്. കാണില്ലത് കുസിനെ देते हुए कहते हैं. ഞാൻ പറഞ്ഞു കേൾക്കണ്ടോ? മതി. ചാന്ദ് കേൾക്കില്ലെങ്കിൽ പറയണം. ചാന്ദ് താരേക്ക് സവാലാത്ത് കാ ജവാബ് ദേത്തെ ഹുए कहते हैं. എന്താണ്? ചാന്ദ് താരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട്, ദേത്തെ ഹുए കൊടുത്തുകൊണ്ട് പറയുകയാണ്. കഹത്താഹെന്ന് വേണ്ടത് തോന്നുന്നു അല്ലേ? കഹത്ത, കാരണം ചാന്ദ് ഒന്നല്ലേ ഉള്ളൂ. കഹത്താഹെ പറയുകയാണ്. എന്താ പറയണത്? എന്താ പറയണത്? കെ എ മേരെ ദോസ്ത് അല്ലേ? ഹം നഷീൻ എന്ന് പറഞ്ഞാണ്. ഹം പറഞ്ഞ ഒരുമിച്ച് അല്ലേ? നഷീൻ പറഞ്ഞാൽ ഇരിക്കുക. ഹം നഷീൻ പറഞ്ഞാലോ ഒരുമിച്ചിരിക്കുക. അതാരാണ്? ദോസ്ത്. നമ്മള് ദോസ്ത് മാത്രമേ എഴുതണുള്ളൂ. എ മേരെ ദോസ്ത് എന്താണ്? എ മേരെ ദോസ്ത്. എ മേരെ ദോസ്ത്, എന്റെ സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. എന്താണ് പറയണത്? തേര വജൂദ് ഹി രാത് പർ മുൻഹസർ ഹേ. എന്താണ്? തേര വജൂദ്. എന്താ വജൂദ് പറഞ്ഞാല്? വജൂദ് ഹി രാത് പർ മുൻഹസർ ഹേ. വജൂദ് എന്ന് പറഞ്ഞ അസ്തിത്വം, നിലനിൽപ്പ്. അന്റെ അസ്തിത്വം തന്നെ രാത്രിയുടെ മേലാണെന്ത് അവലംബിച്ചിരിക്കുന്നത്. അവലംബം, അന്റെ നിലനിൽപ്പിന്റെ, അന്റെ അസ്തിത്വത്തിന്റെ അവലംബം. മുൻഹസർ, എന്താണ്? ഇത് സോദാട്ടോ. മുൻ പറഞ്ഞല്ല, മുൻഹസർ. മുൻഹസർ പറഞ്ഞാല് അവലംബിക്കുക, അംബം. എന്താണ്? തസ്നി അപ്നെ വാലിദൈൻ പർ മുൻഹസർ ഹേ എന്ന് പറഞ്ഞ എന്താണ്? തസ്നി തന്റെ മാതാപിതാക്കളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയില്ല. അതേമാതിരി ചാന്ദ് താരനോട് പറയാണ്, തേരാ വജൂദ് ഹി രാത് പർ മുൻഹസർ ഹേ. നിന്റെ അസ്തിത്വം തന്നെ എന്താണ്? രാത്രിയെ ആശ്രയിച്ചിട്ടാണ്. കാരണം അനക്ക് ആരുടെ ആവശ്യമുണ്ട്? നീ ആരുടെ മൊഹ്താജാണ്? രാത്രിന്റെ മൊഹ്താജാണ്, ആവശ്യക്കാരനാണ്. രാത്രിയെ നിനക്ക് ആവശ്യമുണ്ട്. കാരണം നിന്റെ നിലനിൽപ്പ് എപ്പോഴുള്ളൂ, രാത്രി ഉണ്ടെങ്കിലുള്ളൂ നിന്റെ നിലനിൽപ്പ് ഉള്ളതുള്ളൂ. അപ്പോ തോ മുൻഹസർ ഹേ. जब रात खत्म होती है तो तेरा वजूद भी അന്റെ അസ്തിത്വവും, तेरा वजूद भी നിന്റെ അസ്തിത്വവും, അപ്പിനെ ആപ്പ് എങ്ങനെയാണ്? അപ്പിനെ ആപ്പ് എന്ത് ചെയ്യുന്നതാണ്? ഖത്തം ഹോ ജായേഗി. ഖത്തം ഹോ ജാതി ഹേ. ഖത്തം ഹോ ജാതി ഹേ. ഹോ ജാതി ഹേ എന്താണ്? അവസാനിക്കും, തീരും. അന്റെ അസ്തിത്വം തരാ വജൂദ് ബി. രാത്രി അവസാനിക്കുമ്പോൾ, രാത്രി ഇല്ലാതാവുമ്പോൾ നിന്റെ അസ്തിത്വം എന്താവുന്നതാണ്? അപ്പിനെ ആപ്പ് പറഞ്ഞാണ്. അപ്പിനെ ആപ്പ് ഓട്ടോമാറ്റിക്കലി, എന്താ പറയാ? ഓട്ടോമാറ്റിക്കലി, സ്വമേധയാ, അപ്പിനെ ആപ്പ് പറഞ്ഞാല് സ്വമേധയാ എന്താവുന്നതാണ്? ഖത്തം ഓ ജാതി ഹേ, അവസാനിക്കുന്നതാണ്. അപ്പോ ഐസേമേ, എന്താ ഐസേമേ എന്ന് പറഞ്ഞാല്? അറിയോ ആരിക്കലും? ഐസേമേ എന്ന് പറഞ്ഞാല് എന്താണ്? ഐസേമേ തും കൈസേ. തും നിങ്ങളില്ലേ, നിങ്ങൾ നക്ഷത്രങ്ങളില്ലേ,
തും കൈസെ നിങ്ങൾ എങ്ങനെ എന്ത് ജിന്ദഗിക്ക് എന്താണ് ജിന്ദഗിക്ക് പുർ അസ്റാർ എന്താണ് പുർ അസ്റാർ എന്താ പുർ അസ്റാർ പറഞ്ഞാല് അസ്റാറാണ് രഹസ്യം അല്ലെ സിറ് അസ്റാർ പുർ അസ്റാർ നിഗൂഢത എന്താണ് നിഗൂഢത രഹസ്യം എന്താണ് രഹസ്യം പുർ പറഞ്ഞാല് പുർ നിറഞ്ഞത് അസ്റാർ പറഞ്ഞാൽ രഹസ്യം പുർ അസ്റാർ പറഞ്ഞാല് രഹസ്യം നിഗൂഢമായ എന്താണ് രഹസ്യം നിഗൂഢമായ ഹക്കീക്കത്ത് സമച്ച് പാവുകയെ എന്താണ് സമച്ച് പാവുകയെ പാന എന്ന് പറഞ്ഞാൽ സാധിക്കുമെന്ന് അർത്ഥം സെക്കൻഡിന്റെ അതേ അർത്ഥം ഏതിനുണ്ട് തസ്നിയെ പാനക്കുണ്ട് ഓ അപ്പോ ഹക്കീക്കത്ത് സമച്ച് പാവോ ഗേ എന്ന് പറഞ്ഞാല് ഐസേമേ പറഞ്ഞാല് ഇത്തരം ഒരു അവസരത്തില് ഐസേമേ ഇങ്ങനെ ഉപയോഗിക്കും നമ്മൾ ഒരു കാര്യം പറഞ്ഞ ഐസേമേ ഇത്തരം ഒരു അവസരത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തില് തും കൈസേ ജിന്ദഗിക്ക് പുറ അസ്റാർ ഹക്കീക്കത്ത് സമച്ച് പാവുകെ ജീവിതത്തിന്റെ നിഗൂഢമായ ഈ സത്യം ഈ യാഥാർത്ഥ്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്ക് പാവുകെ എങ്ങനെ സാധിക്കും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞ കാരണം എന്താണ് ക്യോങ്കെ എന്താ കാരണം തും അസ്ഖുദ് തും നീല്ലേ അസ്ഖുദ് നീ തന്നെ അസ്ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കോ എന്നാ തസ്നി അസ്ഖുദ് ഏക് തഹരീക്ക് ഹേ തസ്നി എന്താണ് തസ്നി സ്വന്തമായിട്ട് തന്നെ ആരാണ് അവള് തസ്നി തന്നെ ആരാണ് ഒരു പ്രസ്ഥാനമാണ് പറയാറില്ലേ അതേമാതിരി തും അസ്ഖുദ് നീ തന്നെ എന്താണ് നീ സ്വയം എന്താണ് ഖുദ് മുഖ്ത എന്താണ് ഖുദ് മുഖ്താർ നഹി എന്താണ് ഖുദ് മുഖ്താർ എന്താണ് ഞാൻ എഴുതുമ്പോ ഞാൻ പറയണ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഞാൻ എഴുതുമ്പോ ചിലപ്പോ അറിയാതെ അങ്ങോട്ട് മാറി എഴുതി പോകും എന്റെ ഇതാണ് ഖുദ് മുഖ്താർ നഹി ഹേ ഞാൻ പറയണ ശ്രദ്ധിക്കേണ്ടത് അപ്പോ ക്യോങ്കി തും ഖുദ് മുഖ്താർ നഹി ഹേ ഇതെന്തല്ല നീ തന്നെ എന്തല്ല സ്വയം ഖുദ് മുഖ്താർ പറഞ്ഞാല് സ്വയം ഭരണം ഓട്ടോണമി എന്താ പറയാ ഓട്ടോണമി സ്വയം ഇഷ്ടത്തിന് പ്രവർത്തിക്കൂലേ ഓട്ടോണമസ് സ്വയം ഭരണാധികാരം എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങള് അത് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് UGC എന്താണ് ഓട്ടോണമസ് ബോഡിയാണ് UGC എന്താണ് ഒരു ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാല് അത് സ്വയം എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കാനും ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ആ ബോഡിക്ക് ഉണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് അതേമാതിരി നീ ആരാണല്ല നീ ഖുദ് മുഖ്താർ നഹി ഇജ്ജ് സ്വയം എന്തല്ല ഓട്ടോണമി അല്ല സ്വയം അധികാരമുള്ളവനല്ല കാരണം എന്താണ് അന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ് രാത്രിയെ ആശ്രയിച്ചിട്ടാണ് ഓക്കെ ഒരു രാത്രിക്ക് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം തസ്രീ നിങ്ങൾ സ്വയം എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഈ വാക്കുകളും ഈ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കണം അതുമാതിരി നിങ്ങൾ എഴുതാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അത്രയും വല്ല പോണട്ടോ ഇന്നലെ വായിച്ചു എത്ര പ്രാവശ്യം വായിച്ചു തസ്നി അപ്പോഴേക്കും ഇപ്പൊ പഠിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കണം അന്റെ 4-1 മാർക്ക് എവിടുന്ന വരുന്നത് ഉറുദു എന്നാട്ടോ രാത്രിക്ക് ഒരു രാത്രിക്ക് കേത്തേക്ക് ആരാണ് ഹോഷച്ചീൻ ഹേ എന്താണ് രാത്രിയാകുന്ന ഹോഷച്ചീൻ പറഞ്ഞാണ് ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരല്ലേ എന്താണ് അതിന്റെ അവശിഷ്ടങ്ങൾ വന്നവരാണ് ആര് നഹി ഹേ ട്ടോ ഇത് ജമ്മാട്ടോ നഹി ഹേ അപ്പൊ എന്താണ് ഖുദ് മുഖ്താർ നഹി ക്യോങ്കി തും ഖുദ് മുഖ്താർ നഹി ഹേ പിന്നെ ആരുമാണ് രാത്രിക്ക് കേത്തിക്ക് കോശച്ചീൻ ഹേ രാത്രിയാവുന്ന ആ കൃഷിയിടത്തിന്റെ കോശച്ചീനുമാണ് നീ അപ്പൊ നീ എങ്ങനെ മനസ്സിലാക്കും നീ എങ്ങനെയാണ് മനസ്സിലാക്കുക കാരണം നീ ആരല്ല അതിന് മാത്രം വളർന്നിട്ടില്ല കാരണം ജെ ആശ്രിതനാണ് ആരിനെ രാത്രിനെ അതുകൊണ്ട് നീ എന്താവില്ല ജീവിതത്തിന്റെ പുറ അസ്റാർ ഹക്കീക്കത്ത് ഏതാണ് പുറ അസ്റാർ ഹക്കീക്കത്ത് സംബന്ധിച്ച്
समझ नहीं पाओगे अनക്ക് അങ്ങനെ ഇത് ചോദ്യം കേട്ടോ, അത് ചോദ്യാണ്. കൈസ് തും കൈസ് ജിന്ദഗി का पूरा असरार हकीकत समझ पाओगे, ജീവിതത്തിന്റെ എന്താണ് ജീവിതം നിഗൂഢമായ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക. അതിന്റെ ഉത്തരം എന്താണ്? മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നീ തന്നെ നീ അല്ല, സ്വതന്ത്രനല്ല, അനക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനക്ക് അതില്ല അധികാരമില്ല. പിന്നെ ജാരുവാണ് രാത്രിക്ക് കേത്തിക്ക കോഷച്ചീന് എന്റെ നിലനിൽപ്പിന് അനക്ക് ആരുടെ ആവശ്യമുണ്ട്? രാത്രിനെ നിനക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അപ്പൊ അത് ഒന്നാമത്തെ വരി കഴിഞ്ഞു. ഏത്? ഷീനോ എന്താണ്? ഷബ്കെ ഖോഷച്ചീനോ അല്ലെ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ആകെ അതാ ആരാണ് തസ്സീനുണ്ട് ഇവിടെ? ഷബാനല്ലേ? ഷബാന വന്നല്ലോ. ഓക്കെ, ഇസ് ജഹാൻ കി ജിന്ദഗി നോക്കൂ. ഇസ് ജഹാൻ കി ജിന്ദഗി എന്താണ്? ഷബാന ഇത് നോക്കട്ടോ, ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാണ്. ഇത് പിന്നെ ഇത് എഴുതിക്കൊണ്ടിരുന്നോ ഇപ്പൊ പറയണതില്? ഇസ് ജഹാൻ കി ജിന്ദഗി എന്താണ്? ഈ ലോകത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്താണ്? പിന്നെ റൗനക്ക് എന്താണ്? റൗനക്ക് പറഞ്ഞാണ് പ്രകാശം. ഓർ പിന്നെ ഓർ ചമക്ക് ദമക്ക്, ചമക്ക് ദമക്ക്, ചമക്ക് ദമക്ക് സിർഫ്, സിർഫ് സിർഫ് എന്തിലൂടെ? ജുൻബിഷ് എന്താണ്? ജുൻബിഷ്, ജുൻബിഷ് സേ ജുൻബിഷ് യാനി ജുൻബിഷ് പറയുന്നത് ചലനം, അതായത് മുസൽസൽ, മുസൽസൽ ചലത്തെ रहने से पाती है അല്ലെ? ലഭിക്കുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ ജീവൻ, ഇതിന്റെ പ്രകാശം, ഇതിന്റെ പ്രശോഭിത ഒക്കെ സിർഫ് ഏതിന്നാണ് ലഭിക്കുന്നത്? സിർഫ് ഏതിന്നാണ്? ജുൻബിഷ് യാനി മുസൽസൽ ചലത്തെ रहने से ജുൻബിഷ് ചലത്തെ രഹനെ ഹി ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത്? ചലത്തെ രഹനെ ഹി സെ പാത്തി ഹേ ലഭിക്കുന്നത്. മനസ്സിലായോ? ഇത് ജമ്മട്ടോ പാത്തി. ഓക്കെ, അത് കഴിഞ്ഞു. യഹ് ഫിത്രത്ത് കാ, യഹ് ഫിത്രത്ത്, ഫിത്രത്ത് പറഞ്ഞാണ് ഫിത്രത്ത് കായിദ ഹേ. എന്താണ്? കായിദ ഹേ, ഇത് പ്രകൃതിയുടെ നിയമമാണ് അല്ലെ? കായിദ എന്ന് പറഞ്ഞാല് കാനൂന് ഒക്കെ പറഞ്ഞാൽ എന്താണ്? നിയമം. ഫിത്രത്ത് കാ കായിദ ഹേ എന്ന് പറഞ്ഞാല് പ്രകൃതി നിയമമാണ്. ഫിത്രത്ത് കാ കായിദ എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ നിയമം, അതായത് പ്രകൃതി നിയമമാണ്. ജോ ഖദീം സമാനസേ, അത് ഏത് ഏത് ഒരു വസ്തു ചലിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ തുടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് അതിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അതിന് ജീവനുള്ളൂ. അതായത് ജീവൻ നമ്മൾ ഈ ലോകത്ത് എങ്ങനെ കിട്ടുന്നത്? ഒരു ഇതില്ലേ, കൈനറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതില്ലേ, ചലിച്ചാൽ മാത്രമാണ് കിട്ടുന്നത്. ഉദാഹരണം നമ്മളെ സൈക്കിളില്ലേ, സൈക്കിളിന്റെ പിന്നെ ബാക്കിലെ പിന്നെ ഇതുണ്ടാവില്ല, അങ്ങനെ കറക്കിയാൽ മാത്രമേ ഇത് കത്തുക, ബൾബ്, ഹെഡ്ലൈറ്റ്. അപ്പൊ ഏത് സാധനം എന്താണ്? ചലനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണത്? ശക്തി കിട്ടണത്. മനസ്സിലായോ? ഈ ഫിത്രത്ത് കായിദ ഹൈ, പ്രകൃതിയുടെ നിയമമാണ്. എന്ത്? ജോ ഖദീം സമാനിയസെ, എങ്ങനത്തെ നിയമം എന്നറിയോ? ജോ ഖദീം, ഖദീം പറഞ്ഞാണ് പഴയ കാലം, പണ്ട് തന്നെ. അല്ല അസൽസെ സമാനിയസെ, അസൽസെ അതായത് ഖദീം സമാനിയസെ ഹോത്തി ആ രഹി ഹേ. എന്താണ്? ഹോത്തി ആ രഹി ഹേ. എന്ത് എന്താണ്? പണ്ട് മുതൽക്ക് തന്നെ നടന്നു വരുന്നത്. ഹോത്തി ആ രഹിയെ, പണ്ട് മുതൽക്ക് തന്നെ നടന്നു വരുന്നതാണ് നമ്മൾ പറഞ്ഞു. എന്താണ് പണ്ട് മുതൽക്ക് തന്നെ നടന്നു വരുന്നത്? എന്താണ്?
ഈ ലോകം നിലനിൽപ്പ് എന്തിലൂടെയാണ്? ജുൻബിഷ് സെഹേ, എന്താണ്? ജുൻബിഷ് ചലനത്തിലൂടെയാണ്. അതായത് മുസൽസൽ നിരന്തരം ചലത്തെ രഹനെ ഹീസെ, നിരന്തരം ചലിക്കുന്നതിലൂടെ മാത്രം, ചലിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ മാത്രമാണ് ഈ ലോകത്തിന് ജിന്ദഗി. റൗനക്ക് എന്ന് പറഞ്ഞാലോ പ്രകാശം, ചമക്ക് ദമക്ക് എന്ന് പറഞ്ഞാലോ ശോഭ. സിർഫ് ഏതിലൂടെയാണ്? ജുൻബിഷ് യാനി, അതായത് മുസൽസൽ ചലത്തെ രഹനെ ഹീസെ, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടെ മാത്രമാണ് നീങ്ങുന്നത് പാത്തിഹെ ലഭിക്കുന്നത്. ഇതെന്താണ്? പ്രകൃതിയുടെ എന്താണ്? ഒരു പ്രകൃതി നിയമമാണ്. എങ്ങനത്തെ പ്രകൃതി നിയമം എന്നറിയോ? ഒന്നും നിലയിലുണ്ടായതാണോ? അല്ല. ജോ വിച്ച്, അതെന്താണ്? കദീം സമാനേസെ, പണ്ട് മുതൽക്ക് തന്നെ ഹോത്തി ആരൈഹെ, നടന്നു വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അടുത്തേക്ക് പോട്ടോ. അപ്പൊ ഇത് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക്. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജുൻബിഷ് സേ ജിന്ദഗി യഹാക്കി യ റസം ഖദീം ഹെ യഹാക്കി എന്നതിന്റെ തശ്രീഹ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തേക്ക് പോകാം. അതായത് അവിടെ ഒന്നുകൂടി ഇതാണ്ട്, ചെറിയൊരു തൂടി ഇതാണ്ട്. മത്ലബ് യഹ്കെ, മത്ലബ് മത്ലബ് യഹ്കെ യഹ്കെ പറഞ്ഞു വരുന്ന എന്താണ്? ജിന്ദഗി എന്താണ്? ജിന്ദഗി മുസൽസൽ ജദ്ദോ ജഹദ്. ജദ്ദോ ജഹദ് പറഞ്ഞാണ്. ജദ്ദോ ജഹദ് ആർക്കറിയാം? ജദ്ദോ ജഹദ് പറഞ്ഞാല് പരിശ്രമം അല്ലെ? എന്താണ്? പരിശ്രമത്തിനാണ് എന്താ പറയുക? ജദ്ദോ ജഹദ് എന്ന് പറയുക. ജിന്ദഗി എന്താണ്? മുസൽസൽ ജദ്ദോ ജഹദ് സെ എന്താണ്? എവിടെ? ഇബാറത്ത് ഹേ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് എന്തുകൊണ്ടാണ് കട്ടിപ്പടുത്തിരിക്കുന്നത്? നിരന്തര പരിശ്രമത്തിലൂടെയാണ് കട്ടിപ്പടുത്തിരിക്കുന്നത് എന്നാണ് ഈ കവിതയുടെ, ഈ വരിയുടെ, ഈ ഷെയറിന്റെ സാരം നഹാസിൽ. ഓക്കെ, അപ്പൊ അതോടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വരിക്ക് പോവാം. അത് കിട്ടിയില്ലേ? ജിന്ദഗി എന്താണ്? മുസൽസൽ ജദ്ദോ ജഹദ് സെ ഇബാറത്ത് ഹേ. അടുത്തേക്ക് പോകണു. ഇനി എന്താണ്? വഖ്ത് കാ ഗോഡ. എന്താണ്? വഖ്ത് കാ ഗോഡ, അതായത് ആരാ? ടെസ്റ്റിന് എവിടെ പോയി? എവിടെയും പോണ്ടല്ലോ. ഇത് എഴുതിയോ? മത്ലബ് യഹ്കെ ജിന്ദഗി മുസൽസൽ ജദ്ദോ ജഹദ് സെ ഇബാറത്ത് ഹേ എന്താണ്? അത് ലാസ്റ്റ് പറയാം, പുറക്കോടാവണോ? അപ്പൊ വഖ്ത് കാ ഗോഡ, വഖ്ത് കാ ഗോഡ, അതായത് സമയമാകുന്ന കുതിര. ഹമേഷ, ഹമേഷ എന്തായിരുന്നു? ദൗഡ്താ രഹ്താ ഹേ. എന്താണ്? ദൗഡ്താ രഹ്താ ഹേ, നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ജോ എങ്ങനത്തെ എന്നറിയോ? ജോ കബി കിസി കാ ഇന്തിസാർ നഹീ കർത്താ, അല്ലേ? സമയം എന്തല്ല, വഖ്ത് കാ ഗോഡ ഹമേഷ, സദാ ഇപ്പോഴും എന്താ? ആൾവൈസ് ദൗഡ്താ രഹ്താ ഹൈ, ഓടിക്കൊണ്ടേയിരിക്കുന്നു. ജോ കബി കിസി കാ ഇന്തിസാർ നഹീ കർത്താ, അതെന്നല്ല ആരെയും എന്താ ഒരിക്കലും, കബീർ ഒരിക്കലും ആരെയും എന്താവില്ല? കാത്തു നിൽക്കുകയില്ല, അല്ലേ? ഒരിക്കലും എന്താവില്ല? കാത്തു നിൽക്കുകയില്ല. പിന്നെ ജിസ്കെ അന്തർ, ജിസ്കെ അന്തർ പറഞ്ഞാലോ ആ സമയല്ലേ? സമയത്തിന്റെ ഉള്ളിൽ, സമയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? എന്നിട്ട് എന്തൊക്കെ സംഭവിക്കും പറഞ്ഞാണ്? ജിന്ദഗി, ഒരാൾ ജനിക്കും, ജീവിതം ഉണ്ടാവും. പിന്നെ എന്തുണ്ട്? ഓ മൗത്ത്, പിന്നെ ഉറൂജ്, പിന്നെ ഉറൂജു സവാൽ, ഉറൂജു സവാൽ എന്ന് പറഞ്ഞാല് ഈ സമയത്തിന്റെ ഉള്ളില് ജീവിതവും മരണവും ഉയർച്ചയും താഴ്ചയും ഒക്കെ എന്താവുന്നതാണ്? സംഭവിക്കുന്നതാണ്. ഉറൂജു സവാൽ വാക്കേ ഹോത്തേ ഹേ, വാക്കേ ഹോന എന്ന് പറഞ്ഞാല് സംഭവിക്കുക, വാക്കേ ഹോത്തേ ഹേ. ഉറൂജു സവാൽ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. കാരണം ഒരാൾ എന്ത് ചെയ്യുന്നു? ഉയർന്നു വരുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? താഴ്ന്നു വരുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു, ഒരു കുട്ടി ജനിക്കുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന ഇതിലാണ്. സ്പീഡിൽ ആരെയും കാത്തു നിൽക്കാത്ത വഖ്തിന്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു, അല്ലേ? പിന്നെ അടുത്തെന്താ മൂപ്പര് പറയണത്? യസമാന, യസമാന, യസമാന
ഈ സമാനിച്ച് പറഞ്ഞില്ലേ എന്താണ്, ഒക്കെ അങ്ങനെ ഓടുകയാണ്, ഒക്കെ ചാടുകയാണ്, ആരും നിൽക്കുന്നില്ല, ആർക്കും സുക്കൂനില്ല, ഒക്കെ എന്താണ് തടപ്പ് രഹേ, എല്ലാരും എന്ത് ചെയ്യണം തങ്ങളുടെ ഇതില് ബേഖറാർ മാലൂം ഹോത്താ ഹൈ, ഐസാ ക്യോ ഹോ രഹാ ഹൈ, ഐസാ ക്യോ ഹോത്താ ഹൈ, ഐസാ ക്യോ നസർ ആ രഹാ ഹൈ, ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നില്ലേ. അതിന് മറുപടിയാ ഞാൻ പറയണട്ടോ. ആര് പറയാണ്? ചാന്ദ് പറയാണ്. ആരോട്? താരനോട്. അപ്പൊ ഈ സമാന, ഈ കാലം എന്ന് പറയുന്നത് ഹായിഷ്ക, ഹായിഷ്ക കോട കാക്കർ, ഹായിഷ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അതാണ് ഹായിഷ്ക ഗോഡ, ഗോഡ കാക്കർ, കാക്കർ ആകെ बढ़ता है, ഗോഡ കാക്കെ, കാക്കെ കാന എന്ന് പറഞ്ഞാല് ഗോഡ കേട്ടോ, കോട, 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 കോട പറഞ്ഞാൽ ചാട്ടവാറ്, കോടട്ടോ, സോറി. എന്താണ് ഈ സമാന, ഈ കാലം ഹായിഷ്ക കോട കാക്കാക്കെ, കാക്കാക്കെ എന്ന് പറഞ്ഞാല് ഏറ്റിട്ട് എന്ത് ചെയ്യുന്നു? ആകെ ബഡ്താഹേ, ആകെ പറഞ്ഞാല് മുന്നോട്ട്, മുന്നോട്ട്, ബഡ്താഹേ, ബഡ്ന എന്ന് പറഞ്ഞാൽ നീങ്ങുന്നു. ഈ സമാന ഹായിഷ്ക കോട കാക്കെ ആകെ ബഡ്താഹേ, തിന്നിട്ട് എന്ത് ചെയ്യുന്നു? തിന്നിട്ടല്ല, ഏറ്റിട്ട് എന്ത് ചെയ്യുന്നു? ചാട്ടവാറിട്ട്, എന്തായാലും ആഗ്രഹമാകുന്ന ചാട്ടവാറ് ഹായിഷ്ക കോട കാക്കെ ഏറ്റിട്ട് എന്ത് ആകെ ബഡ്താഹേ, മുന്നോട്ട് കുതിക്കുകയാണ്, മുന്നോട്ട് കുതിക്കുകയാണ്. പിന്നെ അതായത് ഇവിടെ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാല് അപ്പുറത്ത് പറഞ്ഞായിരുന്നു. നോക്കിക്കൂടെ, എഴുതി കഴിഞ്ഞല്ലേ, അടുത്തേക്ക് പോകും. യാനി, യാനി അതായത് എന്താണ്? യാനി, യാനി ജമാന ഇസ്ലിയെ, ജമാന, ജമാന ഇസ്ലിയെ തേസി സെ, തേസി സെ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ, തേസി സെ ദൗഡ് രഹാ ഹൈ, ദൗഡ് രഹാ ഹൈ के उसके अंदर किसी चीज को, उसके अंदर പറഞ്ഞാല് അതിന്റെ ഉള്ളിൽ അല്ലെ, കാലത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? കിസി ചീസ് കോ, കിസി ചീസ് കോ എന്ത് ഹാസിൽ കർണേ കി, തടപ്പ്. എന്താണ് തടപ്പ്? തടപ്പ് പറയുന്നതാണ് ആഗ്രഹം, കൊതി അല്ലെ. തടപ്പ് എന്തുണ്ട്? മൗജൂദ് ഹേ, എന്തുണ്ട്? സമാന എന്ത് ചെയ്യുന്നു? ഇസ്ലിയെ, ഇതുകൊണ്ടാണ്, എന്താണ്? ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തേസീസെ, വളരെ വേഗത്തിൽ, ദൗഡ് രഹായ്, ഓടുന്ന. ഇത് കാണുന്നില്ലേ, ഈ കാലം ഒക്കെ ഓടുന്നു, വസ്തുക്കൾക്ക് അസ്വസ്ഥമാകുന്നു, എല്ലാവരും എന്ത് ചെയ്യുന്നു? അപ്പനി ജഗ എന്താണ്? ബേഖറാർ മാലൂം ഹോത്താ ഹൈ, ഉസ്കി വജഹ് ആപ്നെ തലാഷ് की, आपने पूछा, उसका जवाब यूं है कि जमाना इसलिए तेजी से दौड़ रहा है कि उसके अंदर किसी चीज को हासिल करने की തടപ്പ് മൗജൂദ്. തടപ്പ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കൊതി എന്തുണ്ട്? മൗജൂദ് ഹേ, ഉണ്ട്. എന്താണ്? എങ്ങനത്തെ തടപ്പ് എന്നറിയോ? എങ്ങനത്തെ തടപ്പ്? ജോ ഉസ്സെ, ഉസ്സെ പറഞ്ഞാല് ആ സമയത്ത് എന്തില്ല? കഹി, കഹി പറഞ്ഞാലോ ഒരിടത്തും, കഹി പറഞ്ഞാല് ഒരിടത്തും എന്നില്ല. റുക്നെ നഹി ദേത്തി, തങ്ങാൻ അനുവദിക്കുന്നില്ല. റുക്കിനാറ തങ്ങുക, തങ്ങാൻ എന്തില്ല? നിൽക്കുക, നിൽക്കാൻ എന്തില്ല? റുക്കിനെ നഹി ദേത്തി, നിൽക്കാൻ അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ ആരായിക്കോട്ടെ, നമ്മൾ പ്രവർത്തിക്കണം, ആ പ്രവർത്തിക്കുന്നതിന്റെ പീച്ച എന്തുണ്ട്? ഹർക്കത്ത് കർണയ്ക്ക് പീച്ച ക്യാ കാർ ഫർമാ ഹോത്താ ഹൈ, എന്താണ് പ്രവർത്തിക്കുന്നത്? ആഗ്രഹമാണ്. ആഗ്രഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? ഫോൺ തുറക്കൂല, നീ എന്താവൂല ക്ലാസ് കേൾക്കില്ല, നീ എന്താവൂല രാത്രി പഠിക്കാൻ എന്തായാലും ശ്രമിക്കൂല, അല്ലെങ്കിൽ നോട്ട് തയ്യാറാക്കാൻ എന്താവൂല. നമുക്ക് അതിന്റെ പിന്നിൽ എന്ത് വേണം? ആഗ്രഹം വേണം. ആഗ്രഹമില്ലാതെ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതെന്തോ ഒരിക്കലും എന്താവൂല, ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തില്ല, പോകുന്നില്ല. അപ്പൊ ഓക്കെ, ജോ ഉസ്സെ കഹി റുക്നെ നഹി ദേത്തി, അവനെ അവിടെ എന്തില്ല? നിൽക്കാൻ അനുവദിക്കുന്നില്ല. നിൽക്കാൻ എന്തില്ല? അത് അനുവദിക്കുന്നില്ല. അപ്പൊ ഹർക്കത്ത് ഇത് പറഞ്ഞു വരുന്നതാണ്. ഹർക്കത്ത് കർണയ്ക്ക്, അത് ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഹർക്കത്ത് കർണയ്ക്ക് പീച്ചെ ഖായിഷ് കാർ ഫർമാ ഹോത്തി ഹേ, അത് എഴുതണോ? തസ്നീ എഴുതണോ? ഹർക്കത്ത് ഹർക്കത്ത് കർണ, ഹർക്കത്ത് കർണയ്ക്ക് പീച്ചെ എന്താണ്? കർണയ്ക്ക് പീച്ചെ എന്താണ്? ഹർക്കത്ത് കർണയ്ക്ക് പീച്ചെ എന്ന് പറഞ്ഞാല് ചലിക്കുന്നതിന്റെ പിന്നില്, ചലിക്കുന്നതിന്റെ പിന്നില്
ഹർക്കത്ത് करने के पीछे ചലിക്കുന്നതിന് പിന്നിൽ എന്തുണ്ട്? എന്ത് क्या कार फरमा होता है? हरकत करने के पीछे ख्वाहिश, ചലിപ്പിക്കൽ, ഹർക്കത്ത് ഹോന 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 സോറി ചലിക്കുന്നതിന്റെ പിന്നില് ഖായിഷ് കാർ ഫർമാ ഹോത്തി ഹേ. കാർ ഫർമ എന്ന് പറഞ്ഞാല് കാർ ഫർമ എന്താ? കാർ ഫർമ എന്ന് പറഞ്ഞാല് പ്രവർത്തിക്കുന്നവൻ ആരാണ്? ഖായിഷ് ആണ്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ഓരോരുത്തരെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ഖായിഷ് ആണ്, ആഗ്രഹമാണ്. നമ്മൾ അവിടെ എത്തണം, ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തണം, അടുത്ത ദിവസം ആവുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഉറങ്ങാൻ അനുവദിക്കാതെ, കളിക്കാൻ അനുവദിക്കാതെ, നമ്മൾ ആസ്വദിക്കാൻ അനുവദിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങാൻ നമ്മൾ എന്ത് പ്രേരിപ്പിക്കുന്നത്? ഹർക്കത്ത് ഓനയ്ക്ക് പീച്ചെ എന്തുണ്ട്? ഖായിഷ് കാർ ഫർമാ ഹോത്തിയെ. എന്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പിന്നിലെ? ഡ്രൈവിംഗ് ഫോഴ്സ്, ചാലകശക്തി എന്താണ്? ചേതോഹര എന്താണ്? ആഗ്രഹമാണ്. മറന്നു പോകരുത്. ഇത് ഒരു പോയിന്റ് ആട്ടോ. ഇതൊരു പോയിന്റ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ പിന്നെ എഴുതി മാത്രം. ഓക്കെ, ഇനി അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ജിന്ദഗി കി സഫർ, ജിന്ദഗി യ സഫർ, ഈ യാത്ര, ജീവിതമാകുന്ന യാത്രയല്ലേ? ഈ യാത്ര സഫർമേ, ഈ സഫർമേ സഫറിനെ തോടി ദേർ ടെഹർന ബിൽക്കുൽ ബേജാ ഹെ. തോടി ദേർ എന്താണ്? തോടി ദേർ ടെഹർന ബേജാ ഹെ. ബിൽക്കുൽ ബേജാ ഹെ. എന്താ ബേജാ എന്ന് പറഞ്ഞാല്? അനുചിതമാണ്. ബേമഹൽ ഹെ അല്ലെ? പറഞ്ഞു കഴിഞ്ഞു. ബജ എന്ന് പറഞ്ഞാലോ? ശരിയാണ്, ഉചിതം അല്ലെ? ജിന്ദഗി കാ യേ സഫർ തോടി ദേർ സഫർ മേ തോടി ദേർ ടെഹർനാബി നിൽക്കുന്നതും എന്താണ്? ജിന്ദഗി കാ യേ സഫർ മേ ജീവിതമാകുന്ന യാത്രയില് അല്പം നിൽക്കൽ പോലെ നിൽക്കുന്നതും എന്താണ്? ബിൽക്കുൽ ബേജാ ഹേ, ഒരിക്കൽ തീർത്തും എന്താണ്? അനർത്ഥം, എന്താണ്? അനുചിതമാണ്. ഓക്കെ, അടുത്തത് അഗർ കോയി സരാ റുക്കയ. അപ്പൊ നിങ്ങൾ ചോദിച്ചു സാറ എന്ന് നിന്നാലോ? റുക്കയാത്തോ അഗർ കോയി റുക്കയ, കോയി സംബടി അല്ലെ? ആരെങ്കിലും എന്ത് ചെയ്തു? റുക്കയ എന്ന് പറഞ്ഞാൽ നിന്നു. തോ എന്നാൽ റുക്കയ നിന്നാല്. യു സംജോ, ഇങ്ങനെ കരുതിക്കോ, ഇങ്ങനെ എന്ത് ചെയ്തോളൂ, ഇങ്ങനെ അങ്ങ് നിന്നാല് നിങ്ങൾ കരുതിക്കോളി. യു സംജോ, ഓൻ എന്ത് ചെയ്തു? മരിച്ചു എന്നതിന്റെ അർത്ഥം. ഓൻ എന്ത് ചെയ്തു? ഉസ്കി മൗത്ത് ആ ഗയി ഹേ, ഉസ്കി മൗത്ത് ആ ഗയി, അവന്റെ മരണം എത്തിയിരിക്കുന്നു. സംഗതി ശരിയാണ്. സംഗതി എന്താണ്? ആരെങ്കിലും എന്ത് ചെയ്തു? ആരുടെ മനസ്സിൽ ആഗ്രഹമില്ല, ഒരു പ്രതീക്ഷ ഇല്ല, നാളേക്കുള്ള ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ആ മനുഷ്യന് അല്ലെങ്കിൽ അവനെന്ത് ചെയ്തു? മരിച്ചു പോയി എന്നാണ് അതിനർത്ഥം. നമ്മുടെ വയസ്സായ ആളുകളൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്തിനാ ഇങ്ങനെ എന്തെങ്കിലും പാടത്തും ഇവിടത്തൊക്കെ നിന്ന് പണിയെടുക്കണം, ഒരു ജീവിക്കാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. ആഗ്രഹമാണ് നമ്മൾ എന്തിനെ ചലിപ്പിക്കുന്നത്. അത് നമ്മൾ മരിക്കുന്നതിന്റെ റൂഹ് പോണിന്റെ അവസാന നിമിഷം വരെയും നമുക്ക് എന്ത് വേണം? ആഗ്രഹങ്ങൾ വേണം. മനസ്സിലായോ? അതൊരു കൊയ് റുഗയാത്തോ. ചിലർ പറയും എനിക്കൊരു ആഗ്രഹമില്ല. ആഗ്രഹം ഇല്ലാത്തവരുണ്ടാവില്ല, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കും. അതൊരു കൊയ് റുഗയാത്തോ, ആരെങ്കിലും എന്ത് ചെയ്തു? നിന്നാല്, കുറച്ചു നേരം നിന്നു, ഒന്ന് കൈകെട്ടി നിന്നു. യൂൻ സംശോ, ഇങ്ങനെ കരുതിക്കോളി മക്കളെ, ഇങ്ങനെ ചെയ്തോളി, കരുതിക്കോ. ഉസ്കി മൗത്ത് ആ ഗയി ഹേ, അവന്റെ മരണം എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചെയ്തോളിയും മനസ്സിലാക്കിക്കോളൂ. ആര് പറയാണ്? ഇഖ്ബാല് പറയാണ്. പിന്നെ അടുത്ത വരിയിൽ എന്താ പറയണത്? ജോ ലോഗ് എന്താണ്? ചലനെ വാലെ നിക്കൽ ഗയേ ഹേ ജോ ടെഹരെ സറാ കുച്ചൽ ഗയേ ഹേ അല്ലെ? അതിന്റെ തെശരിയാണ് നമ്മൾ എഴുതാൻ പോണത്. ജോ ലോഗ് वक्त का सही इस्तेमाल करके, वक्त का सही इस्तेमाल करके अपनी मंजिल की तरफ बढ़ता रहा, अपनी मंजिल की तरफ बढ़ता रहा,
ബർത്താര. ആ അപ്പൊ എന്താണ് ജോ ലോഗ് ആ ജനങ്ങള് അവര് എന്ത് വക്തക സ്വയി ഇസ്തിമാൽ കറക്ക് സമയത്ത് എന്ത് ചെയ്തു ശരിയായ രീതിയിൽ സമയത്തെ ഉപയോഗിച്ചിട്ട് അപ്പിനി മൻസിൽക്ക് തുറപ്പ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ത് ചെയ്തു നീക്കൊണ്ടിരുന്നു. നീക്കൊണ്ടിരുന്നാല് വാപ്പിനി മൻസിൽ പാകയി വാപ്പിനി വാപ്പിനി മൻസിൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ത് ചെയ്തു പാകൈഹേ ലഭിച്ചിരിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു സോറി ഇത് പൊട്ടി ഞാൻ ഇവിടെ വേറെ എഴുതിക്കണത്. ഞാനിപ്പോ അങ്ങോട്ട് എന്താണ് ജിൻക മക്സദ് നിക്കൽ ഗയ അത് മതി, അതാ നല്ലത്. ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് വെച്ച് തോന്നി ഇതാ നല്ലത്. ജിൻക മക്സദ് നിക്കൽ ഗയ. നിക്കലിന എന്ന് പറഞ്ഞാൽ എന്താർത്ഥമുണ്ട്? നിക്കലിനൊക്കെ എന്താർത്ഥമുണ്ട്? തസിന് മക്സദ് നിക്കലിന എന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മക്ലബ് നിക്കലിന എന്ന് പറഞ്ഞതാണ് കാര്യം കിട്ടുക, ലഭിക്കുക. ഹാസിൽ ഹോന എന്ന അർത്ഥം ഏതിനുണ്ട്? നിക്കലിനൊക്കെ അർത്ഥമുണ്ട്, ലഭിക്കുക. മത്തലബ് നിക്കൽ ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം നടന്നു, കിട്ടി. മത്തലബത്ത് നിക്കൽ ഗയ. അപ്പൊ എന്താണ്? നമ്മുടെ കാര്യം നടന്നു, ഇനി നമ്മൾ ഓനുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഓക്കെ, പറയാറില്ലേ? അതേമാതിരി ജിൻക മക്സദ് നിക്കൽ ഗയ, അവരുടെയൊക്കെ എന്ത് ചെയ്തു, അങ്ങനെ പോയ ആളുകളുടെ ഒക്കെ എന്ത് ചെയ്തു, ആഗ്രഹം എന്ത് ചെയ്തു, സഫലീകരിച്ചു, ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ പോയിട്ടുള്ള ഈ ലോകത്ത് ഓരൊക്കെ മക്സദ് ഉണ്ട്, നിക്കൽ ഗയാഹെ ലഭിച്ചിട്ടുണ്ട്. എന്നാലോ ജബക്കെ എന്ന് പറഞ്ഞതാണ് അതേസമയം അല്ലെ? അതേസമയം ജബക്കെ എവിടെ? ജബക്കെ വോ ലോഗ് ആ ജനങ്ങളില്ലേ, വോ ലോഗ് ഏത്? ജോ വക്ത് की कदर किए बगैर वक्त की कदर किए बगैर वक्त की कदर किए बगैर വക്ത് की कदर किए बगैर എന്ന് പറഞ്ഞാണ് കദർ കർണ എന്ന് പറഞ്ഞാണ്. കദർ കർണ മൂല്യം കൽപ്പിക്കുക, മാനിക്കുക അല്ലെ? റെസ്പെക്ട് ചെയ്യുക, മാനിക്കുക. മാനിക്കാതെ കദർ കിയ ബഗൈർ പറഞ്ഞാലോ പിന്നെ വോ ലോഗ് അത്തരക്കാരെ ജോ ഇങ്ങനത്തെ ആളുകൾ എന്നറിയോ വക്ത് കി കദർ കിയ ബഗൈർ സമയത്തെ മാനിക്കാത്തവരില്ലേ? സമയത്തെ മാനിക്കാതെ ബേഫിക്കർ പറഞ്ഞാണ് ബേഫിക്കർ അല്ലലില്ലാതെ. ബേഫിക്കർ പറഞ്ഞാല് ഒരു ചിന്തയില്ലാതെ, ഒന്നിനെ അല്ലലില്ലാതെ എന്താണ് സ്വസ്ഥമായിട്ട് ചിലവരുണ്ടാവില്ല, ഒരു കൂസായിട്ട് എന്താണ് പറയല്ലേ, അലസമായിട്ട്, അല്ലെങ്കിൽ എന്താണ് അല്ലലില്ലാതെ ഇതിന്റെ അർത്ഥം കെയർ ഫ്രീ എന്നതിന്റെ അർത്ഥം. കെയർ പറഞ്ഞാണ് ശ്രദ്ധ. ഒന്നിനെ ശ്രദ്ധിക്കാതെ അല്ലലില്ലാതെ നമ്മൾ ജീവിക്കൂലേ, അലസമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ ബേഫിക്കർ ജിന്ദഗി ഗുസാരെ, ബേഫിക്കർ ജിന്ദഗി ഗുസാരെ ജീവിതം കഴിച്ചുകൂട്ടി അല്ലെ? ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകളില്ലേ? ജബക്കെ വോ ലോഗ് ജോ വക്ത് കി ഖദർ കിയ ബഗൈർ സമയത്തെ മാനിക്കാതെ ബേഫിക്കർ ജിന്ദഗി ഗുസാരെ ഒരു അല്ലില്ലാതെ ജീവിച്ചു. ജീവിച്ചവരില്ലേ? ജീവിച്ചവര് വക്തുവിനെ സമാനേനെ എന്ത് ചെയ്തു? സമാനേനെ കാലം അവരെന്ത് ചെയ്തു? സമാനേനെ കാലം അവരെന്ത് ചെയ്തു? ഉനെ എന്ന് പറഞ്ഞാല് അവരെ, ഉൻകോ അല്ലെ? ഉനെ എന്ത് ചെയ്തു? ബർബാദ് കർ ഡാലാ ഹേ, അവരെന്ത് ചെയ്തു? തസ്നിയെ ബർബാദ് കർ ഡാലാ ഹേ, അവരെ നശിപ്പിച്ചിരിക്കുന്നു. അവരെന്ത് ചെയ്തു? ബർബാദ് കർണ പറഞ്ഞാല് തകർക്കുക. ബർബാദ് കർ ഡാലാ ഹേ തകർത്ത് കളഞ്ഞിരിക്കുന്നു. തകർത്ത് ഡാലാറിന്റെ ശക്തി കൂട്ടി പറ, തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവർ കളഞ്ഞില്ലേ? അവരിപ്പോ ആരുമില്ലല്ലോ ഇപ്പൊ ഇവിടെ ഇല്ല. ഓക്കെ, ആഖിർക്കാർ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഷായർ ഫർമാത്തെ ഹേ കവി എന്ത് ചെയ്യുന്നു? ഫർമാത്തെ ഹേ എന്ന് പറഞ്ഞാല് അരുളുന്നു, പറയുന്നു. എന്താ പറയണത്? കേ ജിന്ദഗി കാ, ഞാൻ ഇവിടെ ചെയ്തോ, ലാസ്റ്റ് ഇവിടെ ചെയ്തോ, കഴിഞ്ഞു, ഒറ്റ വരിയുള്ളൂ. ജിന്ദഗി കാ കഴിഞ്ഞു. ജിന്ദഗി കാ അസ്സല് മഖ്സദ്
എന്താണ്? ഇഷ്ക് സെ പറയ്, ഓർമ്മ ഉണ്ടോ? ഉസിൻ തക്ക് പഹൂഞ്ചിന ഹോത്താ ഹേ അല്ലെ? എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രണയത്തിലൂടെ ഹുസിൻ തക്ക് എന്താണ് സൗന്ദര്യത്തിലേക്ക് എത്തിച്ചേരലാണ്. അതായത് പിന്നെ ഇഷ്ക് പറഞ്ഞ പിന്നെ ഹുസിന് പറഞ്ഞാണ്, ഹുസിന്റെ ഉദ്ദേശം എന്താണ്? മുക്കമ്മൽ ഇൻസാൻ അല്ലെ? മുക്കമ്മൽ ഇൻസാൻ പറഞ്ഞാണ് പെർഫെക്റ്റ് അല്ലെ? പെർഫെക്റ്റ് മാൻ അല്ലെ? പെർഫെക്റ്റ് മാൻ ആവുക എന്നാണ് ജീവിതത്തിന് എന്തുള്ളത്? യഥാർത്ഥ ലക്ഷ്യമുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗവും എന്തിലൂടെ നമുക്ക് തരണം ചെയ്യണം? പ്രണയത്തിലൂടെ. പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താവുന്നതാണ്, അതിലൂടെ എന്തെന്നെ പ്രയാസങ്ങൾ വന്നാലും അത് നേടിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും കാര്യത്തോട് നമുക്ക് എന്ത് ചെയ്തു, ഒരു വിഷയത്തോട് അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഏതെങ്കിലും ജോലിയോട് അല്ലെങ്കിൽ പ്രൊഫഷനോട് നമുക്ക് എന്ത് ചെയ്തു ഇഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ എന്താവുന്നതാണ്, ഹത്തൽ ഇംകാൻ കോശിഷ് കിയാ ജായേഗ അല്ലെ? നമ്മൾ എന്താണ് പരിശ്രമം നടത്തും. അതുമാതിരി തന്നെ. അപ്പൊ ഏതറ്റം വരെ നീ പോവാൻ നമ്മൾ എന്താവുന്നതാണ്, കിസി ബി ഹദ് തക്ക് ജാനെ കെ ലിയെ തയ്യാർ രഹതാ ഹൈ, അങ്ങനത്തെ ആൾക്കാര്. പോട്ടെ. അപ്പൊ ഹുസിൻ തക്ക് പहुंचना होता है. जिंदगी का असल मकसद എന്താണ്? ഇഷ്ക് സെ ഹുസിൻ തക്ക് पहुंचना होता है. പിന്നെ यानी मुकम्मल इंसान बनना है. मुकम्मल इंसान बनना है. മുക്കമ്മൽ ഇൻസാൻ പറഞ്ഞാണ് പറയൂ. മുക്കമ്മൽ പൂർണ്ണം അല്ലെ? പെർഫെക്റ്റ് അല്ലെ? പെർഫെക്റ്റ് മാൻ. बनना है जिसकी राह में പറഞ്ഞാല് ഏതിന്റെ വഴിയില്? പിന്നെ ഉസ്നാകുന്ന, അതായത് പെർഫെക്റ്റ് ആനാവുന്ന ആകാനുള്ള യാത്രയല്ലേ? ആ യാത്രയുടെ വഴിയില് ജിസ്കി രാഹ്മേ, അതിന്റെ വഴിയില് ജിസ്കി രാഹ്മേ എവിടെ? ആനെ വാലി തമാം റുക്കാവട്ടേൻ, ആനെ വാലി തമാം റുക്കാവട്ടെ, എല്ലാ തടസ്സങ്ങളും എന്ത് ചെയ്യണം? ഇഷ്ക് കെ സരിയ എന്ത് ചെയ്യണം? കവി പറയണ എന്താണ്? തേ കർണ ചാഹിയെ. എന്ത് ചെയ്യണം? തേ കർണ എന്ന് പറഞ്ഞാണ് തരണം ചെയ്യുക, പിന്നിടുക. ഒരു സ്ഥലത്ത് നിന്ന് ഉദാഹരണം മലപ്പുറം തേക്കിയ എന്ന് പറഞ്ഞാൽ മലപ്പുറം പിന്നിട്ടു എന്ന് പറയാം അല്ലെ? തരണം ചെയ്തു. തേ കർണ ചാഹിയെ, പിന്നിടണം. ഇത് ആരപ്പോ ഇവിടുന്ന് പോയതിപ്പോ? തസ്സിന് പോകണ്ടില്ല ഇടക്കിടക്ക്. തേ കർണ ചാഹിയെ. പിന്നെ തബ് ജാക്കർ, തബ് പറഞ്ഞാണ് എന്നാലേ, തബ് ജാക്കർ എന്നാലേ, തബ് ജാക്കർ എന്നു ഇൻസാൻ ഉസിൻ തക്ക്, മനുഷ്യന്മാരെന്ത് ചെയ്യാ? ഇൻസാൻ ഉസിൻ തക്ക്, ഉസിന് പറഞ്ഞാല് പെർഫെക്റ്റ് മാൻ കേട്ടോ. ഉസിൻ തക്ക് പहुंच पाता है. എന്നാ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനുഷ്യന് കേട്ടോ, ഇൻസാൻകോ മനുഷ്യനെ ഉസിൻ തക്ക്, മനുഷ്യനെ എന്ത് ചെയ്യുന്നു? പിന്നെ സൗന്ദര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് കവി പറയണത്. അപ്പൊ ഇതും ഒരു നമ്മളതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത്? जिंदगी का असल मकसद इश्क से उसन तक पहुंचना होता है, यानी मुकम्मल इंसान बनना है. അതായത് പൂർണ്ണമായ ഒരു മനുഷ്യനാവണം. ജിസ്കി രാമേ, അതിന്റെ മാർഗത്തില്, ഇതിന്റെ രാമത്തില് ഉസിനെ എത്തിപ്പെടുക എന്നുള്ള ആ മാർഗല്ലേ? ആ മാർഗത്തിൽ ആനെ വാലി വരുന്ന തമാം റുക്കാവട്ടെ, എല്ലാ പ്രതിസന്ധികളും ഇഷ്ക് സരിയ എന്താണ്? പ്രണയത്തിലൂടെ എന്ത് ചെയ്യണം? പ്രണയത്തിലൂടെ
തേ കർണ ചായേ, പിന്നിടണം, മറികടക്കണം. തബ് ജാക്കർ പാസ് ചെയ്യണം അല്ലെ, തേ കർണാണ് പാസ് ചെയ്യണം. തബ് ജാക്കർ എന്നാലേ, തബ് ജാക്കർ എന്ന് പറഞ്ഞാല് എന്നാലേ എന്തെങ്കിലും ഇൻസാനക്കോ ഹുസൻ തക് പൗഞ്ച് ഇത് വേണം, ഇൻസാൻ ഹുസൻ തക്ക് പൗഞ്ച് പാത്ത, എന്നാലേ മനുഷ്യൻ എന്ത് ചെയ്യാൻ മനുഷ്യൻ സൗന്ദര്യത്തിലേക്ക് എന്ത് ചെയ്യുള്ളൂ, എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ.